അല്ലെങ്കിലേ ചേമ്മ കരഞ്ഞുകൊണ്ട് ചേപ്പൻ ചത്തപ്പോൾ പിന്നെ പറയും വേണ്ട എന്ന് പറഞ്ഞ പോലെ കേട്ടോ നമ്മുടെ പട്ടിക്കുട്ടൻ്റെ അവസ്ഥ. പട്ടിക്കുട്ടന് ചോറ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ പൂച്ചക്കുട്ടികളെയൊക്കെ കൂട്ടിലിട്ട് അടച്ചു, ബൊമ്മിക്കുട്ടിയും കുറിഞ്ഞിയൊക്കെ വർക്കേരിയയിൽ ഇട്ട് അടച്ചു. പക്ഷേ ബൊമ്മിക്കുട്ടിക്കും കുറിഞ്ഞിക്കൊന്നും പട്ടിക്കുട്ടന് ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. പക്ഷേ ഇന്ന് എന്താ വെച്ചാൽ കുട്ടികൾക്കും പൂച്ചക്കുട്ടികൾക്കും വേണ്ടിയിട്ട് മുട്ട പുഴുങ്ങിയപ്പോൾ നമ്മുടെ പട്ടിക്കുട്ടന് വേണ്ടിയിട്ട് ഒരു മുട്ട പുഴുങ്ങി കേട്ടോ. അപ്പോൾ അത് കൊടുക്കുന്നത് ഇവർക്ക് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. മീൻ കൂട്ടിയിട്ട് ചോറ് കൊടുക്കുന്നതും പോരാ, ഇനി മുട്ടയും കൂടിയും കൊടുക്കണമെന്നാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. അപ്പം നമ്മുടെ പട്ടിക്കുട്ടൻ സമാധാനമായിട്ട് ഈ തണുപ്പത്ത് നിന്നിട്ട് ഊണ് കഴിച്ചോട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വെച്ചു കൊടുത്തതാണ്. നോക്കുമ്പോൾ പട്ടിക്കുട്ടൻ്റെ തലയുടെ മുകളിൽ കൂടെ ഒരു മയിൽ പറഞ്ഞിട്ട് പോയി. നമ്മുടെ ഇവിടെ കുറേ മയിലുകളുണ്ട് കേട്ടോ, മയിൽ സങ്കേതം പോലെയാണ്. അത്രയും മയിലുകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ കാണാം. മുറ്റത്തൊക്കെ പീലി വിരിച്ചിട്ടൊക്കെ ചില സമയത്ത് നിൽക്കും. ഓടിൻ്റെ മുകളിലൊക്കെ മയിലാണ് കേട്ടോ. അപ്പോൾ ഈ പട്ടിക്കുട്ടനും മയിലും കൂടിയും കണ്ടപ്പോൾ ഭയങ്കര പേടി. പൂച്ചക്കുട്ടികളെ അടച്ചിട്ട കാര്യമൊന്നും പട്ടിക്കുട്ടനെ അറിയില്ല കേട്ടോ. ഞാനത് സമാധാനമായിട്ട് ഉണ്ടോട്ടെ എന്ന് പറഞ്ഞിട്ട് തണുപ്പത്ത് വെച്ചു കൊടുത്തപ്പോൾ അത് വരണേ ഇല്ല. പിന്നെ അവസാനതായി ഗേറ്റിൻ്റെ അവിടേക്ക് വെച്ചു കൊടുത്തപ്പോൾ ആദ്യം തന്നെ മുട്ട എടുത്തിട്ട് ഓടിപ്പോയി കേട്ടോ. മുട്ട ഇതാ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ മുട്ട കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. പിന്നെ പൂച്ചക്കുട്ടികളൊക്കെ കൂട്ടിലാണ്, ബാക്കി രണ്ടുപേരും വർക്ക് ഏരിയയിലുണ്ട്. പക്ഷെ കുറിഞ്ഞിക്കും മമ്മിക്കും ഒന്നും മുട്ട കൊടുത്തത് ഇഷ്ടപ്പെട്ടിട്ടില്ല. കൂട്ടിലാണെങ്കിൽ അവിടെ കൂട്ടടി നടക്കുകയാണ് കേട്ടോ. അവർക്ക് സ്മെല്ല് എടുത്തു തോന്നുന്നു കേട്ടോ. കാരണം ഇതിനു മുമ്പ് ഞാൻ അവർക്ക് മുട്ട കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരത് കഴിച്ച കാരണം കൊണ്ട് തന്നെ പട്ടിക്കുട്ടൻ കഴിക്കുന്ന സമയത്ത് പൂച്ചകൾക്ക് നന്നായിട്ട് മണം പിടിക്കാൻ അറിയാലോ. അപ്പോൾ അവരവിടെ കിടന്നിട്ട് എന്തൊക്കെയോ ബഹളം ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. ചോറല്ല മുട്ട കൊടുക്കുന്നുണ്ട്, എന്തിനാ മുട്ട കൊടുക്കണമെന്നൊക്കെയാണ് പറഞ്ഞിട്ടാണ് അവർക്ക് അത് വന്നിട്ട് കഴിക്കണം. അതാണ് ഇപ്പോൾ അവരുടെ ആഗ്രഹം കേട്ടോ. അപ്പം അങ്ങനെ പട്ടിക്കുട്ടനാണെങ്കിൽ ഇങ്ങോട്ട് കയറി നിൽക്കാൻ ഭയങ്കര പേടി, പൂച്ചക്കുട്ടികളെയും പേടി, അതിൻ്റെ കൂടെ ഇപ്പോൾ ഇതാ മയിലിനെയും പേടി. അങ്ങനെയൊക്കെ കൂടിയായിട്ട് പട്ടിക്കുട്ടൻ ഒരു വിധത്തിലാണ് ഊണ് കഴിക്കുന്നത് കേട്ടോ. പിന്നെ അയില കൂട്ടി കുഴച്ച ചോറാണ് കേട്ടോ. അത് കാരണം കൊണ്ടാണ് നമ്മുടെ പട്ടിക്കുട്ടൻ അങ്ങനെ തുടച്ച് മിനുക്കി കഴിക്കണത്. ഇപ്പം രാവിലെ അതിന് ബ്രെഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ബ്രെഡ് കൊടുക്കുന്ന പരിപാടി ബാവേട്ടൻ്റെയാണ്. ബാവേട്ടനാണ് ഇവിടെ ഉള്ളപ്പോൾ കൊടുക്കുക, ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കും കേട്ടോ. അതുപോലെ ചപ്പാത്തി പൂരിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ കൊടുക്കും, അതൊക്കെ കഴിക്കും കേട്ടോ. പിന്നെ ഒരു 11 മണിയാകുമ്പോൾ ഈ കുട്ടികളൊക്കെ സ്നാക്സ് ഒക്കെ കഴിക്കുമ്പോൾ അവർ അതൊക്കെ ഇട്ട് കൊടുക്കും കേട്ടോ. അതിങ്ങനെ പഠിക്കലിരിക്കും കേട്ടോ. ഉച്ചയ്ക്ക് ഇങ്ങനെ മീൻ കൂട്ടിയിട്ട് ചോറിന് വേണ്ടിയിട്ടാണ് കേട്ടോ കാത്തിരിക്കുന്നത്. അപ്പം അയിലൊക്കെ കൂട്ടിയിട്ട് കുഴച്ച ചോറാണ് കേട്ടോ കൊടുത്തത്. സ്പെഷ്യലായിട്ട് ഒരു മുട്ട പുഴുങ്ങിയതും ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പൊട്ടും പൊടിയൊക്കെ അവിടെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അതൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതാ കൂട്ടിൽ ഭയങ്കര അടിയാണ് കേട്ടോ. ബബിൾ കൂട്ടൻ പറയുകയാണ് പീക്കിരി കുട്ടിനോട്, നീ ഒരു ഒറ്റ എടുത്തും കാരണോടാ നമ്മളെ കൂട്ടിലിട്ട് അടച്ചത്. അപ്പോഴേക്കും ചമ്പിക്കുട്ടിക്ക് ദേഷ്യം വന്നു, നീ എൻ്റെ കുട്ടിയെ തല്ലാറായോടാ ചോദിച്ചിട്ട് ചമ്പിക്കുട്ടി ബബിൾ കൂട്ടനെയും പെടച്ചു കേട്ടോ. അങ്ങനെ ഇവർ 3 പേരും കൂടി ആകെ പ്രഷർ കയറിയിട്ട് നിൽക്കുന്നു കേട്ടോ. അവർക്ക് സഹിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. ഈ മുട്ടയൊക്കെ കൊടുത്തത് ഞങ്ങൾ കഴിക്കില്ലേ എന്നാണ് കേട്ടോ അവർ ചോദിക്കുന്നത്. അപ്പം ഇതാ കൂടൊക്കെ തുറന്നു വിട്ടു. നമ്മുടെ പട്ടിക്കുട്ട ഊണൊക്കെ കഴിഞ്ഞ് പോയില്ലോ, ഇനി അവരെ തുറന്നു വിടാം. അപ്പം ഞാനങ്ങനെ ഇവരെ കൂട്ടിലിട്ട് അടയ്ക്കൊന്നുമില്ല കേട്ടോ. അവരൊക്കെ അങ്ങനെ സ്വതന്ത്രമായിട്ട് ജീവിക്കുന്ന ആൾക്കാർ തന്നെയാണ്. പക്ഷെ നമ്മുടെ വീട് വിട്ടിട്ട് അവർ എവിടേക്കും പോവില്ല. അപ്പം അതാ ബൊമ്മിക്കുട്ടി ഇവിടെ ആകെ കിളി പോയ പോലെ കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം നീ മുട്ട കഴിക്കാത്ത കാരണം കൊണ്ടാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായെന്ന് പറഞ്ഞിട്ട് ഇതാ കുറിഞ്ഞ് ബൊമ്മിക്കുട്ടീനെ ഉന്നം വെച്ചിട്ട് അടിക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ കൂട്ടത്തല്ല് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. അപ്പം ഞാൻ എല്ലാം തമാശ കലർത്തി പറയണമെന്നേ ഉള്ളൂ കേട്ടോ. ഇതൊക്കെ എൻ്റെ ജീവിതമാണ് കേട്ടോ. വർഷങ്ങളായിട്ട് എൻ്റെ ജീവിതം കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയാണ്. ഇഷ്ടമായ സപ്പോർട്ട് ചെയ്യാം കേട്ടോ.